ഇറാന്റെ ആണവ മേഖലയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങൾക്ക് അയവ് വരുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞരും ഇറാൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചകളാണ് അതിന് വെളിച്ചം വീശിയത്. ഇറാൻ ആണവോർജവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന ചർച്ചകളിലൂടെ രണ്ടാം ഘട്ടമാണ് ജനുവരി 13 നടന്നത്. ഇറാനും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരടങ്ങുന്ന 3 യൂറോപ്യൻ ശക്തികളും തമ്മിൽ കഴിഞ്ഞ വർഷം ജനീവയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ബാക്കിയായിരുന്നു ഇത്. അമേരിക്കയിൽ ഭരണമാറ്റം നടക്കുന്ന ഈ സമയത്ത് ഈ കൂടിക്കാഴ്ച നടക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. 2015 ഇറാൻ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒരു സുപ്രധാന ആണവ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അന്ന് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പകരം ചില നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നത്. 2018 അമേരിക്ക ഈ കരാറിൽ നിന്നും പിന്മാറിയതും നിലവിലെ കൂടിക്കാഴ്ച കരാർ വീണ്ടും പുനർജീവിപ്പിക്കുകയും ചെയ്യും. പുതിയ കൂടിക്കാഴ്ചയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ തടയുന്നതിനുള്ള ചർച്ചകളാണ് നടന്നത്. ഒപ്പം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കാൻ ഇറാനുമായി ചർച്ചകളുമുണ്ടായി. ഇറാന്റെ ആണവ പദ്ധതികൾ മൂലം യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഒരു സംഘർഷങ്ങളും ഒഴിവാകുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ ശക്തിയെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കുമ്പോഴും ലോകരാജ്യങ്ങൾ അവ യുദ്ധാവശ്യങ്ങൾക്കിടയിൽ ഇറാൻ തങ്ങളുടെ ശക്തി യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഭയവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉപരോധങ്ങൾ ഇറാന് മേൽ വീണ്ടും വീണ്ടും വരുത്താൻ പല ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരോധം ഒഴിവാക്കുന്നതിലും ആണവ പ്രശ്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച യൂറോപ്യൻ ശക്തികളുമായുള്ള ചർച്ചകൾ ഫലപ്രദമായിരുന്നു എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കെസെം ഗരീബാബാദി അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അഭിപ്രായം പങ്കിട്ടിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ എല്ലാ കക്ഷികളും ചേർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക സ്ഥിരതയ്ക്കും ഇറാന്റെ ആണവശേഷിയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിനും നിർണായകമായ ഒരു അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് യൂറോപ്യൻ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി നിർണയിക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ചർച്ചകൾ നിർണായകവുമാണ്. 2018 അമേരിക്കൻ കരാറിൽ നിന്നും തങ്ങളുടെ സാന്നിധ്യം പിൻവലിച്ചതിന് ശേഷം ഇറാൻ ആണവ കരാർ എന്നറിയപ്പെടുന്ന സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി അനിശ്ചിതത്വത്തിലാണ്. കരാർ വീണ്ടും തിരികെ കൊണ്ടുവരാനാണ് യൂറോപ്യൻ സഖ്യം ഇപ്പോൾ ശ്രമിക്കുന്നതും. നിലവിലെ ചർച്ചകൾ വിജയകരമായി നടന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്താൻ ഇറാന് എളുപ്പത്തിൽ സാധിക്കും. സൈനിക നടപടികളും ആക്രമണങ്ങളും ഒഴിവാക്കി ഒരു സമാധാനത്തിലൂടെ ഒരു സമവായത്തിലെത്താനാണ് ഇരു വിഭാഗവും ശ്രമിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയിലെ യൂറോപ്യൻ പങ്കാളിത്തം ഈ മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തിന് വെല്ലുവിളിയാണ് എന്നതാണ് പ്രധാന കാര്യം. ഇത് ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും. യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവയ്ക്ക് ഇറാനിയൻ വ്യാപാര നിക്ഷേപ അവസരങ്ങൾ ഉൾപ്പെടെ കാര്യമായ സാമ്പത്തിക താൽപര്യങ്ങളുണ്ട്. ഇറാന്റെ വലിയ എണ്ണവാതക ശേഖരം, തങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഇറാനിലേക്ക് ആകർഷിക്കുന്നു. മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ നിയന്ത്രിക്കുന്നതിനും യൂറോപ്യന്റെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായുള്ള സഹകരണത്തെ കണ്ടേക്കാം. അതേസമയം ഇറാനെതിരെ ആഗോളതലത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് പദവി ഒഴിയുന്ന CIA ഉദ്യോഗസ്ഥന്റെ ഇറാൻ അനുകൂലമായ പ്രസ്താവന കൂടി പുറത്തു വരുന്നത്. ആണവായുധങ്ങൾ നിർമ്മിച്ചതിന് ഇറാനെതിരെ തെളിവുകൾ ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ജേക്ക് സള്ളിവനും മറ്റ് ഡിപ്ലോമാറ്റുകളും മുന്നോട്ട് വരികയുണ്ടായി. ഒപ്പം ഇറാനെ തളർത്താനും മധ്യേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ഇത് പിന്നോട്ടടിക്കുമെന്നതിൽ സംശയമില്ല. ആരൊക്കെ ഇറാനെതിരെ തിരിഞ്ഞാലും അവർക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കാനുള്ള കെൽപ്പ് ഇറാൻ ഉണ്ടെന്നത് ഇപ്പോൾ പത്തി നിവർത്തുന്ന എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഉപരോധങ്ങളുമായി ഇറാനെതിരെ തിരിയുന്നത് ഇറാനെ തളർത്താനല്ല, മറിച്ച് ഇറാൻ ഒന്ന് അനങ്ങിയാൽ പണി കിട്ടുമെന്ന ഭയം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം എന്നും ആർക്കും സംശയമില്ല. അത് തന്നെ ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയുമാണ്.